ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുനാഥൻ തൻ്റെ ദൈവരാജ്യ പ്രഘോഷണം ആരംഭിക്കുന്നതെന്ന് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു. ആ ദൈവരാജ്യത്തിൻ്റെ ഫലം എന്താണെന്ന് കഫർനാമിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ സുഖപ്പെടുത്തിക്കൊണ്ട് പ്രഘോഷിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ദൈവരാജ്യത്തിൻ്റെ ഫലം മറ്റൊന്നുമല്ല, പരിശുദ്ധിയാണ്. ഈ സുവിശേഷം ഒരു പ്രതീകാത്മക സുവിശേഷമല്ല. കാരണം പിശാച് ഒരു സാങ്കല്പിക കഥാപാത്രമോ പ്രതീകമോ അല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിലുള്ള വസ്തുതയാണ്. അശുദ്ധാത്മാവ് അഥവാ പിശാച് എന്നത് വീണുപോയ മാലാഖമാരാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ സ്വതന്ത്ര ഇച്ഛാശക്തി നൽകി മാലാഖമാരെയും സൃഷ്ടിച്ചു. അവരിൽ ചിലർ നന്മയേക്കാൾ തിന്മ തിരഞ്ഞെടുത്തു. ഇവയാണ് അശുദ്ധാത്മാക്കൾ. ഇവർ നമ്മെ വെറുക്കുകയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവ നമ്മുടെ മേൽ ചെലുത്തുന്ന അധികാരത്തിന് 3 തലങ്ങളുണ്ട്: പ്രലോഭനം, പീഡനം, ആവേശിക്കൽ. ടെംപ്റ്റേഷൻ, ഒപ്രഷൻ, പൊസഷൻ. നാം എല്ലാവരും അവരാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു. പാപം ചെയ്യുമ്പോൾ നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുന്നു. നമ്മിൽ ചിലർ അവരാൽ ആഴത്തിൽ ഉപദ്രവിക്കപ്പെടുന്നു, പൈശാചിക ആക്രമണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. ജോബിന്റെ പുസ്തകത്തിൽ കാണുന്നത് അതാണ്. മരിയ വിയാനിയുടെ ജീവിതത്തിൽ അദ്ദേഹം കുംഭസാരക്കൂട്ടിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കട്ടിൽ തീയിടുന്നത് പോലും ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇനി 3-മതായി ആവേശിക്കൽ. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. പിശാചുക്കൾ വ്യക്തിയെ കീഴ്പ്പെടുത്തുകയും അവരിൽ വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വ്യക്തിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പൈശാചിക ബാധയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെയാണ് ഭൂതോച്ചാടനമെന്ന് പറയുന്നത്. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ അനേകം ആളുകളെ പൈശാചിക പീഡനത്തിൽ നിന്നും പിശാചു ബാധയിൽ നിന്നും മോചിപ്പിച്ചു. അതിൽ ഒരെണ്ണമാണ് ഇന്നത്തെ സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ ആരംഭം ശ്രദ്ധിക്കുക. സാബത്ത് ദിവസം യേശു സിനഗോഗിൽ പ്രവേശിക്കുകയും അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. 1-മതായി ശ്രദ്ധിക്കേണ്ടത് ഇത് നടക്കുന്നത് ഒരു മതപരമായ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതാണ്. സാബത്തുകളിൽ യഹൂദൻ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണ് സിനഗോഗ്. അവിടെയാണ് യേശു ആദ്യമായി അശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുന്നത്. അതായത് മനുഷ്യൻ ദൈവവുമായി ഒന്നാകേണ്ട സ്ഥലത്ത് അശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുന്നു. എവിടെയെല്ലാം ദൈവത്തിന് മഹത്വം നൽകപ്പെടുന്നുവോ അവിടെയെല്ലാം പൈശാചിക ആക്രമണം ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. വത്തിക്കാൻ മ്യൂസിയത്തിൽ സന്ദർശകർ ഏറെ അതിശയോക്തിയോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ് സിസ്റ്റൈൻ ചാപ്പൽ. അതിലെ ചിത്രകല വിശ്വവിഖ്യാതമാണ്. നമുക്കറിയാം, അവിടെയാണ് പുതിയ പാപ്പമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് നടക്കുന്നതും. അവിടെ ഒരു വശത്ത് ക്രിസ്തുവിന്റെ പ്രലോഭനത്തിന്റെ പെയിന്റിംഗ് ഉണ്ട്. പ്രഗത്ഭനായ ചിത്രകാരനും പ്രാസംഗികനും കൂടിയായിരുന്ന സാന്ദ്രോ ബൊത്തിച്ചെല്ലിയുടെ സൃഷ്ടിയാണത്. ബൊത്തിച്ചെല്ലിയുടെ കാലത്ത് സിസ്റ്റൈൻ 4-മൻ പാപ്പയായിരുന്നു പരിശുദ്ധ പിതാവ്. അദ്ദേഹം ചാപ്പലിൽ പ്രവേശിക്കുമ്പോഴെല്ലാം ഈ പെയിന്റിംഗ് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. ആ ചിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ സാത്താൻ ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയുടെ വേഷം ധരിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടും. സിസ്റ്റസ് 4-മൻ ഒരു ഫ്രാൻസിസ്കനായിരുന്നു. അദ്ദേഹം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. അസീസിയിലെ സാൻ ഫ്രാൻസിസ്കോ ആശ്രമം പണിഞ്ഞതും റോമിലെ രോഗികളെ പരിചരിക്കുന്നതിനായി സാന്തോ സ്പിരിറ്റോ ഹോസ്പിറ്റൽ തുടങ്ങിയതും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. പാപ്പയുടെ നല്ല പ്രവൃത്തികൾ ബൊട്ടിച്ചെല്ലിക്ക് അറിയാമായിരുന്നു. എന്നാലും മതപരമായ വേഷമണിഞ്ഞ് മതപരമായ ഉദ്ദേശ്യങ്ങളുടെ ഉപരിപ്ലവതയിൽ കടന്നു വരാവുന്ന തിന്മകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ പാപ്പയെ ഓർമ്മപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ബൊട്ടിച്ചെല്ലി അത് വരച്ചത്. പരിശുദ്ധ പിതാവ് ഒരിക്കലും ആ പെയിന്റിംഗ് നീക്കം ചെയ്യുകയോ പരിഷ്കരിക്കുകയോ ചെയ്തില്ല. ഓരോ തവണയും സിസ്റ്റൈൻ ചാപ്പലിൽ കുർബാന അർപ്പിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആ ചിത്രം കൃപയുടെയും അനുതാപത്തിൻ്റെയും ഉറവിടമായി മാറിയിരുന്നു. അതിനാൽ ആത്മീയതയുടെ മറവിൽ നമ്മിൽ കടന്നുകൂടാവുന്ന തിന്മ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. പിശാച് ഒരു വസ്തുവായി വന്ന് നമ്മെ പ്രലോഭിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയോ ഇല്ല, മറിച്ച് ഒരു ചിന്തയായിട്ടാണ് അത് കടന്നു വരുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന പല ചിന്തകളും പൈശാചികമാണ്. സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണത് കടന്നു വരുന്നത്. നിരീശ്വരവാദം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അധാർമികത, അബോർഷൻ, വന്ധ്യീകരണം, ഗർഭനിരോധന മാർഗങ്ങൾ എന്നിവ അതിൽപ്പെടുന്ന ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം,
യേശു ആദ്യം ചെയ്യുന്നത് സിനഗോഗിൽ പഠിപ്പിച്ചു എന്നാണ്. നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും പഠനമാണ്, കൃത്യമായ അറിവ്. പിശാചിനെ പുറത്താക്കാനുള്ള ഒന്നാമത്തെ പടി പ്രബോധനമാണ്. ഇന്നലെ ദേവദാസൻ അദേവദാത്തൂസ് അച്ഛൻ്റെ ജന്മദിനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചത്, അദ്ദേഹം തൻ്റെ അജപാലന ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കഴിയുന്നത്ര ജ്ഞാനസ്നാനം നൽകി ക്രിസ്ത്യാനികളുടെ എണ്ണം കൂട്ടുവാനല്ല, മറിച്ച് ബോധ്യമുള്ള ക്രിസ്ത്യാനികളെ കൂട്ടാനാണ് എന്നതാണ്. ബോധ്യം നൽകുക. ബോധ്യമുള്ള ഒരു ക്രിസ്ത്യാനി അനേകരെ ബോധ്യത്തിലേക്ക് നയിക്കും. അപ്പോഴാണ് സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അശുദ്ധാത്മാവ് ബാധിച്ചയാൾ സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഒരാൾ മാത്രമാണെങ്കിലും സംസാരിക്കുന്നത് ബഹുവചനത്തിലാണ്. നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു എന്നല്ല, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? എന്തുകൊണ്ട് ബഹുവചനം ഉപയോഗിക്കുന്നു? പിശാച്, ദിയാബോളോസ് എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം വിഭജിക്കുന്നവൻ എന്നാണ്. പിശാച് വിഭജിക്കുന്നവനാണ്. പാപത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും നമ്മെ വിഭജിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, ആന്തരികമായി പാപം മനുഷ്യനെ വിഭജിക്കുന്നു. പാപം ചെയ്തവൻ്റെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും ഒരുപോലെ ആയിരിക്കില്ല. മറച്ചുപിടിക്കലുകളുടെ ജീവിതമാണ് പിന്നീട്. ആദ്യ മാതാപിതാക്കളുടെ കാര്യമെടുക്കുക. പിശാച് ആദ്യം ദൈവത്തിൽ നിന്ന് അവരെ അകറ്റി. അവർ പിന്നീട് ഓടി ഒളിച്ചു. പലതും മറച്ചു പിടിക്കേണ്ടതായി വരുന്നു. പരസ്പരം പഴിചാരുന്നു. പാപിയായ ഏതൊരു മനുഷ്യനും പിന്നെ ഉള്ളിൽ ഒന്നല്ല, പല മനുഷ്യനാണ്. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് അകന്നിരിക്കാൻ, ഒരു സമഗ്ര മനുഷ്യനായിരിക്കാൻ ക്രിസ്തുവിലേക്ക് അവൻ്റെ സ്വരം ശ്രവിക്കുന്നതിന് മനസ്സുവയ്ക്കാം. അവൻ്റെ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുത്ത് നമുക്കും ശുദ്ധിയുള്ളവരാകാം. യോഹന്നാൻ്റെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. കഫർനാമിലെ അശുദ്ധാത്മാവ് ബാധിച്ചവന് പേരില്ല, സ്ഥലകാല പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മളെല്ലാവരും ഒരുപക്ഷെ എത്തിപ്പെട്ടേക്കാവുന്ന ചില ബന്ധനങ്ങളുടെ പ്രതീകമാണ് അയാൾ. അയാൾ യേശുവിനെ കണ്ടുമുട്ടാൻ മനസ്സാക്കിയപ്പോൾ ക്രിസ്തു അയാളെ സൗഖ്യമാക്കി. അതെ, പരിശുദ്ധി നേടാൻ, എല്ലാ ബന്ധനങ്ങളും മാറാൻ നാം ക്രിസ്തുവിനെ കണ്ടുമുട്ടണം. രണ്ട് രീതിയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടാം: വചന വായന, ദിവ്യകാരുണ്യം. ഓരോ ദിവ്യബലിയിലും നമ്മൾ പങ്കുകൊള്ളുമ്പോൾ ഇവ രണ്ടും നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്കും ശുദ്ധി നേടാം. എന്തെങ്കിലും അടിമത്തത്തിലാണെങ്കിൽ മോചനം നേടാനും നമുക്ക് ആഗ്രഹിക്കാം. അശുദ്ധാത്മാവിനെ തുരത്തി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.